നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വയനാട് പുനരധിവാസത്തിൽ സ്പോൺസർഷിപ്പ് തുക ഉയർത്തി സർക്കാർ. വീട് നിർമ്മിക്കുന്നതിനുള്ള തുക 20 ലക്ഷം രൂപയാക്കി. പുരയിടം 7 സെന്റ് ഭൂമി വീതമുള്ള പ്ലോട്ടായി പുനഃക്രമീകരിക്കാനും തീരുമാനം. ഭക്തജനങ്ങളുടെ കാത്തിരിപ്പ് പൂർണ്ണമാകുന്നു. പുനലൂരിൽ ശബരിമലയിടത്താവളം യാഥാർത്ഥ്യത്തിലേക്ക്. നടപ്പന്തലിന്റെ ഉദ്ഘാടനം മാർച്ച് 3-ന്. കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിൽ കാറുമായി യുവാക്കളുടെ അഭ്യാസ പ്രകടനം. സെന്റ് ഓഫ് ആഘോഷം കളറാക്കാൻ കാശു കൊടുത്ത് വണ്ടി വിളിച്ച് കുട്ടികൾ. കേസെടുത്ത് പോലീസ്. കാഞ്ഞങ്ങാട് കാർ ഷൂ കടയിൽ ഇടിച്ചു കയറി 2 പേർക്ക് പരിക്ക്. കടയിലേക്ക് പാഞ്ഞു കയറിയത് സ്കൂട്ടറിലും ബുള്ളറ്റിലും ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ ഓടിച്ചയാൾക്കും സ്കൂട്ടർ യാത്രക്കാരനും ആശുപത്രിയിൽ. വാർത്തകൾ വിശദമായി നോക്കാം. വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ വീട് നിർമ്മിക്കുന്നതിനുള്ള സ്പോൺസർഷിപ്പ് തുക 20 ലക്ഷം രൂപയാക്കി സർക്കാർ. മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. ദുരന്തബാധിതർക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള 300 രൂപ ബത്ത അതേ വ്യവസ്ഥയിൽ തുടരും. സപ്ലൈകോ വഴി മാസം 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങാവുന്ന കൂപ്പൺ വാടകയ്ക്ക് താമസിക്കുന്ന ദുരന്തബാധിത കുടുംബങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചു. പുനരധിവാസത്തിനായി ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രമായി ഏറ്റെടുക്കും. ഗുണഭോക്താക്കൾക്ക് വീട് നൽകുന്നതിനായി 7 സെന്റ് ഭൂമി വീതമുള്ള പ്ലോട്ടായി പുനഃക്രമീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കാഞ്ഞങ്ങാട് അതിഞ്ഞാലിൽ നിയന്ത്രണം വിട്ട കാർ ഷൂ കടയിലേക്ക് ഇടിച്ചു കയറി. സ്കൂട്ടറിലും ബുള്ളറ്റിലും ഇടിച്ച ശേഷമാണ് കാർ കടയിലേക്ക് പാഞ്ഞു കയറിയത്. കാർ ഓടിച്ച കാഞ്ഞങ്ങാട് സ്വദേശി ജാസിർ, സ്കൂട്ടർ യാത്രക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളി ജോഗാറാം എന്നിവർക്ക് പരിക്കേറ്റു. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള പടർന്ന തീ നിയന്ത്രണ വിധേയം. തേക്കിൻകൂട്ടങ്ങൾ അടക്കമുള്ള വനമേഖലയിലാണ് തീ പടർന്നത്. ഏക്കർ കണക്കിന് പ്രദേശത്തെ മരങ്ങൾ കത്തിയമർന്നു. തെക്കേ മലമ്പുഴ വരെയുള്ള വനമേഖലകളിൽ തീ പടർന്നിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കാസർഗോഡ് ബേക്കൽ കോട്ടക്കുന്നിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. കാറിലുണ്ടായിരുന്നയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മാസ്തിഗുഡ സ്വദേശി ഷെരീഫിന്റെ കാറാണ് കത്തി നശിച്ചത്. കാറിന്റെ എഞ്ചിൻ ഭാഗങ്ങൾ പൂർണ്ണമായും കത്തി. ബോണറ്റിൽ നിന്നും തീ ആളിപ്പടരുകയായിരുന്നു. വർക്ക്ഷോപ്പിൽ നിന്നും സർവീസ് കഴിഞ്ഞു വരുന്ന വഴിയിൽ റോഡിന് നടുവിൽ വെച്ച് തീ പിടിക്കുകയായിരുന്നു. കോട്ടയം കുട്ടിക്കൽ തേൻപുഴയിൽ തീപിടുത്തം. ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവശമുള്ള 2 കടകൾ കത്തി നശിച്ചു. സമീപത്തെ പുരയിടത്തിലേക്കും തീ വ്യാപിച്ചു. രാത്രി 12 മണിയോടെ തീപിടുത്തമുണ്ടാവുകയായിരുന്നു. വർക്കല ഇടവ മാന്തറ ക്ഷേത്രത്തിൽ തീപിടുത്തം. ശിവരാത്രി ഉത്സവം നടക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിനുള്ളിൽ ഓല ഷെഡ് നിർമ്മിച്ചിരുന്നു. പുലർച്ചെ ചൈനീസ് പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ തീപ്പൊരി ഷെഡിൽ വീഴുകയായിരുന്നു. തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇവർ ചികിത്സയിലാണ്. ക്ഷേത്രവളപ്പിനുള്ളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വെടിക്കെട്ട് നടത്തിയിട്ടും അയിരൂർ പോലീസ് കേസെടുത്തില്ലെന്നും ആരോപണമുണ്ട്. നിലമ്പൂരിൽ മൂത്തേടത്ത് സെപ്റ്റിക് ടാങ്കിൽ വീണ കൊമ്പൻ ആന ചെരിഞ്ഞു. കസേരക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആനയാണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ സെപ്റ്റിക് ടാങ്കിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആനയുടെ ജഡം ഉൾക്കാട്ടിൽ സംസ്കരിച്ചു. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ പരിധിയിൽ മുത്തേടം ചോളമുണ്ടയിലാണ് സംഭവം. രാവിലെ 4 മണിയോടെയാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കസേരക്കൊമ്പൻ എന്ന് പേരിട്ടിരിക്കുന്ന ആന മാസങ്ങളായി ജനവാസ മേഖലയോട് ചേർന്ന് തമ്പടിച്ചിരുന്നു. ആനയ്ക്ക് പ്രായാധിക്യമുണ്ടെന്നും അസുഖബാധിതനാണെന്നുമാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിരീക്ഷണം. ഇതേ തുടർന്നാകാം ആന കാടിറങ്ങിയത്. കുഴിയിൽ നിന്ന് കരകയറാൻ സാധിക്കാത്തത് ഇക്കാരണങ്ങൾ കൊണ്ടാകാമെന്നും വനംവകുപ്പ് പറയുന്നു. കുഴിയിൽ വീണതാകില്ല, ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യവുമാകാം മരണത്തിലേക്ക് നയിച്ചത് എന്നും വനംവകുപ്പ് വിലയിരുത്തുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആനയുടെ ജഡം ഉൾക്കാട്ടിൽ സംസ്കരിച്ചു. ന്യൂസ് 18 മലപ്പുറം. എന്തിന് വെടിക്കെട്ട് നടക്കുന്നിടത്തേക്ക് ആനയെ കൊണ്ടുപോകുന്നെന്ന് ഹൈക്കോടതി. കൊയിലാണ്ടി മണക്കുളങ്ങൽ ക്ഷേത്രത്തിൽ ആനയടഞ്ഞ സംഭവത്തിലാണ് വിമർശനം. പടക്കം പൊട്ടിയപ്പോൾ ആന പേടിച്ചെന്ന് ഗുരുവായൂർ ദേവസ്വം അറിയിച്ചു. തുടർന്നായിരുന്നു വെടിക്കെട്ട് ആനകളെ അസ്വസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ എന്തിന് അവിടേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ഹൈക്കോടതി ചോദിച്ചത്. ആനകളെ ആനക്കോട്ടയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഭക്ഷണവും മറ്റും ഉറപ്പാക്കുന്നത് എങ്ങനെയാണെന്ന കാര്യവും വിശദീകരിക്കണമെന്നും കോടതി ഗുരുവായൂർ ദേവസ്വത്തോട് ആവശ്യപ്പെട്ടു.
പത്തനംതിട്ട കൂടലിൽ 13-കാരനെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ പിതാവ് അറസ്റ്റിൽ. ലഹരിക്കടിമയായ പ്രതി മുൻപും സമാന കുറ്റം ചെയ്തെന്നാണ് എഫ്ഐആർ. മർദ്ദന ദൃശ്യം പുറത്തുവന്നതോടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് നടപടി. കൂടൽ സ്വദേശിയായ രാജേഷാണ് 13-കാരനായ മകനെ വീട്ടിൽ ബെൽറ്റ് കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചത്. 2 ദിവസം മുമ്പായിരുന്നു സംഭവം. വസ്ത്രങ്ങളും ചെരുപ്പും വാങ്ങാൻ ആവശ്യപ്പെട്ടതാണ് പ്രകോപനം. തുടർന്ന് കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു. ദൃശ്യങ്ങളടക്കം സമീപവാസികൾ ശേഖരിച്ച് CWCക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് കൂടൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മകനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പിതാവ് ദേഹോപദ്രവം ഏൽപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് എഫ്ഐആർ. കുട്ടിയുടെ മർമ്മഭാഗത്തും തുടയിലും വയറിലും അടിച്ചു. നേരത്തെയും പ്രതി സമാന കുറ്റം ചെയ്തിട്ടുണ്ട്. ലഹരിക്ക് അടിമയായ രാജേഷ് ഭാര്യയുടെ സഹോദരനെയും മർദ്ദിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. വിവാദമായ മൈസൂർ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതക കേസിൽ അടുത്ത മാസം 17-ന് വിധി പറയും. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി 1 കേസിൽ വിധി പറയുന്നത്. വിചാരണ ഇന്ന് പൂർത്തിയായി. മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ നിർണായകമാവുക ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ്. 2019 ഓഗസ്റ്റിലാണ് കേസിന് ആസ്പദമായ സംഭവമുണ്ടായത്. മൈസൂരു സ്വദേശി ഷാബാ ഷെരീഫിനെ ഒറ്റമൂലി രഹസ്യം അറിയാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘമാണ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് അടക്കം 15 പ്രതികളാണ്. പ്രതി ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു. മറ്റൊരു പ്രതി ഷമീം ഇപ്പോഴും ഒളിവിലാണ്. ഭാസ്കര കാർണവർ കേസ് പ്രതി ഷെറിനെതിരെ കേസ്. സഹതടവുകാരിയെ മർദ്ദിച്ചതിനാണ് കേസ്. കണ്ണൂർ വനിതാ ജയിലിൽ ഇന്നലെയാണ് സംഭവം. ഷെറിനൊപ്പം ഷബ്ന എന്ന തടവുകാരിക്കെതിരെയും കേസുണ്ട്. കുടിവെള്ളമെടുക്കാൻ പോയ ജൂലി എന്ന തടവുകാരിയെ ഇരുവരും ചേർന്ന് മർദ്ദിച്ചു. ശിക്ഷയിളവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് പുതിയ കേസ്. ഷെറിന് ശിക്ഷയിളവ് നൽകാനുള്ള ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം വിവാദമായിരുന്നു. കോഴിക്കോട് കാരശ്ശേരി കുമാരനെല്ലൂരിൽ വീട്ടിൽ നിന്ന് മോഷണം പോയ സ്വർണം കണ്ടെത്തി. മോഷണം പോയ 30-20 പവനാണ് തിരികെ ലഭിച്ചത്. വീട്ടിൽ തിരികെ കൊണ്ടിട്ട നിലയിലായിരുന്നു സ്വർണം. അലക്കാനുള്ള വസ്ത്രം സൂക്ഷിച്ച ബക്കറ്റിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. കോഴിക്കോട് മയക്കുമരുന്ന് കടത്തിയ സംഘം പോലീസ് പിടിയിലായി. കോവൂർ സ്വദേശി അനീഷ്, തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി സനൽകുമാർ എന്നിവരാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമിനെ കണ്ട് ഇവർ MDMA സമീപത്തെ പറമ്പിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. പിന്നീട് പരിശോധനയിൽ 32 ഗ്രാം MDMA പിടിച്ചെടുത്തു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുനലൂരിൽ ശബരിമലയുടെ താവളം യാഥാർത്ഥ്യമാവുകയാണ്. നടപ്പന്തലിന്റെ നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിപുലമായ സ്വാഗത സംഘ രൂപീകരണവും നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂരിന് അനുവദിച്ച ശബരിമല ഇടത്താവളത്തിന്റെ 1ാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാകുകയാണ്. നെല്ലിപ്പള്ളി കൈപ്പുഴ മഹാദേവ ക്ഷേത്രത്തിലാണിത്. വിരിവയ്ക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യം, കുടിവെള്ള ടാങ്ക് എന്നിവയാണ് പൂർത്തിയായത്. നിർമ്മാണം പൂർത്തിയാക്കിയ നടപ്പന്തലിന്റെ ഉദ്ഘാടനം മാർച്ച് 3-ന് നടക്കും. ശബരിമലയുടെ ഒരു കവാടമായി നമുക്ക് പറയാൻ കഴിയുന്ന ഇടമാണ്. നമ്മൾ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമാണ് പുനലൂരിൽ ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുമ്പോൾ ഒരിടത്താവളം ക്രമീകരിച്ച് ഭക്തന്മാർക്ക് ഇവിടെ തങ്ങിപ്പോകാനുള്ളൊരു സൗകര്യം ഒരുക്കണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൈപ്പുഴ മഹാദേവർ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇടത്താവളമായി ആദ്യം പ്രഖ്യാപിക്കുന്നു. 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡ്, കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള 2ാം ഘട്ട നവീകരണത്തിനുള്ള പ്രപ്പോസൽ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സ്വാഗത സംഘ രൂപീകരണ യോഗം PS സുപാൽ MLAയുടെ നേതൃത്വത്തിൽ നടന്നു. 2022 നവംബർ 11-നാണ് കൈപ്പുഴ ക്ഷേത്രം ഇടത്താവളമായി പ്രഖ്യാപിച്ചത്. ന്യൂസ് 18 പുനലൂർ. സ്ഥിരം അപകട മേഖലയായ പാലക്കാട് പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത വരുന്നു. ഇതിന്റെ പണികൾ ആരംഭിച്ചു. അടിപ്പാത വേണമെന്നത് നാട്ടുകാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു. പെരുമുടിയൂരിലെ 2 സ്കൂളുകളിലേക്ക് എത്തണമെങ്കിൽ ഈ റെയിൽവേ ലൈൻ മറികടക്കണം. ദിവസവും ആയിരക്കണക്കിന് കുട്ടികൾ ഈ പാത കടന്നാണ് സ്കൂളിൽ എത്തുന്നത്. ഇതിന് സമീപത്തായി ഒരു വളവുമുണ്ട്. അതിവേഗതയിൽ കടന്നെത്തുന്ന ട്രെയിൻ പലപ്പോഴും അപകടമുണ്ടാക്കി. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. ഇവിടെ അടിപ്പാത വേണമെന്നത് നാട്ടുകാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു. ഇതിപ്പോൾ സാധ്യമാവുകയാണ്. പെരുമുടിയൂരിൽ അടിപ്പാത നിർമ്മിക്കാൻ റെയിൽവേ നടപടി തുടങ്ങി. കഴിഞ്ഞ ദിവസം
ഭൂമി പൂജയോടെ പ്രവൃത്തികൾക്ക് തുടക്കമായി. ഉയരത്തിന്റെ കാര്യത്തിലും പരിമിതി പദ്ധതിക്ക് തടസ്സമായിരുന്നു. സ്ഥലം സന്ദർശിച്ച മെട്രോമാൻ ഇ ശ്രീധരന്റെ ഇടപെടലാണ് പദ്ധതി വേഗത്തിലാക്കാൻ സഹായകമായത്. ശ്രീധരൻ സാർ ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ശേഷം റെയിൽവേയുടെ ഏറ്റവും ഉയർന്ന മാനേജർ ലെവൽ മുതൽ എല്ലാവരെയും നേരിട്ട് വിളിച്ച് ഇത് 1.86 അതായത് 6 അടി ഉയരത്തിൽ ഇവിടെ നിർമ്മിക്കാം എന്ന അദ്ദേഹത്തിന്റെ ഒരു ശുപാർശയുടെ ഒറ്റ ബലത്തിലാണ് അവർ ഈ പ്രൊജക്റ്റുമായി ആ ഉയരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഈ പ്രൊജക്റ്റ് സഫലീകരിച്ചത്. ശ്രീധരൻ സാറിന്റെ പേര് നമ്മൾ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. പ്രദേശത്തെ LP സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമായി 2500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അടിപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ റെയിൽവേ ട്രാക്ക് കടന്നുള്ള അപകടയാത്രയ്ക്കും പരിഹാരമാകുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പാലക്കാട്. കോതമംഗലം ഞവളാൻകുന്നേൽ പാടശേഖരത്തിൽ ആഘോഷമായി കൊയ്ത്തുത്സവം. 5 ഏക്കറിലായിരുന്നു നെൽകൃഷി. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ഞവാളൻകുന്നേൽ പാടശേഖരത്തിലാണ് കൃഷി. 5 ഏക്കറോളം സ്ഥലത്തായിരുന്നു നെൽകൃഷി. ചുവന്ന അയ്യാറെട്ട് വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള കൃഷിക്ക് കർഷകനായ കിഴക്കേ ഭാഗത്ത് പോൾ കെ ജേക്കബ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. നല്ല രീതിയിൽ പരിപാലിച്ചതോടെ മികച്ച വിളവും കിട്ടി. കഴിഞ്ഞ ദിവസം നടന്ന കൊയ്ത്തുത്സവവും ആഘോഷമാക്കി. കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് ഭാരവാഹികൾ നിർവഹിച്ചു. കൃഷി കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് അംഗങ്ങൾ പറയുന്നു. ലയൺസ് ഡിസ്ട്രിക്ട് 318Cയുടെ ഒരു പ്രോജക്റ്റായ ഗ്രൂപ്പ് ഫാമിംഗ് നമ്മൾ ലയൺസ് ക്ലബ് പൈങ്ങോട്ടൂർ തുടങ്ങിയിട്ട് ഏകദേശം 18 മാസമായിട്ടുള്ളൂ. എന്നിരുന്നാലും ആ ഒരു പ്രോജക്റ്റിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്തത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഈ ഒരു പാടശേഖരം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിച്ചു. ന്യൂസ് 18 കോതമംഗലം. ജോലി തിരക്കിനിടയിൽ പച്ചക്കറി കൃഷിയിലും 100 മേനി വിളവ് നേടിയ സന്തോഷത്തിലാണ് കായംകുളം സ്വദേശി നാസിം. വ്യാവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറികൾ വിളയിച്ച് വിപണിയിലെത്തിക്കാനാണ് നാസിമിന്റെ അടുത്ത നീക്കം. 1 ഏക്കറിലാണ് പച്ചക്കറി കൃഷി. പയർ, പാവൽ, പടവലം, കുക്കുംബർ, പീച്ചിങ്ങ, തടിയൻ, വെള്ളരി എന്നിവയാണ് നാസിമിന്റെ കൃഷിയിടത്തിൽ തഴച്ചു വളരുന്നത്. ഫ്ലോർ മിൽ നടത്തുന്ന നാസിം ഇടവേളകളിൽ കൃഷിക്കായി സമയം കണ്ടെത്തുകയായിരുന്നു. ആർക്കമംഗള, ദീപിക, നാംദാരി എന്നീ പയർവർഗ്ഗങ്ങളും നാടൻ പയറിനങ്ങളും ഇവിടുണ്ട്. കൂടാതെ കുറുകിയ പടവലവും സ്നോ വൈറ്റ്, ഗ്രീൻ എന്നീ ഇനം കുക്കുംബറും നാസിം കൃഷി ചെയ്യുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടുതൽ പച്ചക്കറികൾ വിളയിച്ചെടുത്ത് വിപണിയിലെത്തിക്കാനാണ് ശ്രമം. വെള്ളരിയുണ്ട്, പടവലം, പാവൽ, പയർ, 4 തരം പയർ, കുക്കുംബർ, അതായത് മെയിനായിട്ട് സ്നോ വൈറ്റ്, അമേരിക്കൻ കുക്കുംബർ, നാടൻ കുക്കുംബർ, എല്ലാ രീതിയിലുള്ള കുക്കുംബറും കൃഷി ചെയ്ത് അത് നല്ലൊരു വിജയമാണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 20 വർഷം തൊട്ട് ചെയ്യുന്നുണ്ട്. സാധാരണയായിട്ട് നോർമലായിട്ടുള്ള നാടൻ ഇനങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈടെക് രീതിയിൽ കുറച്ചുകൂടി വിപുലീകരിച്ച് ഏകദേശം 1 ഏക്കറോളം സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്തേക്കുന്നത്. KSRTC സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന നാസിമിന്റെ പിതാവ് മുഹമ്മദ് കുഞ്ഞിൽ നിന്നും പകർന്നു കിട്ടിയതാണ് കൃഷിപ്പാടങ്ങൾ. മികച്ച പരിചരണത്തിലൂടെ ഓരോ പച്ചക്കറിയും നല്ല വിളവ് നൽകുന്നുണ്ട്. നാസിം എന്ന കർഷകൻ നമ്മുടെ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ തലമുറയ്ക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു കർഷകനാണ്. കൃഷിഭവനിൽ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും മിനിമം നമ്മളെ വന്ന് കാണുകയും കൃഷിയിലുണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഒരേപോലെ തന്നെ നമ്മുടെ കൃഷിഭവനിൽ കൃഷി ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും സമയത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ചിലപ്പം കീടങ്ങളുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട്, രോഗങ്ങളുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. എന്നാൽ അതൊന്നും കാണുന്ന സമയത്ത് തന്നെ ഓരോ ഇലകളെയും പരിശോധിച്ച് കാണുന്ന സമയത്ത് തന്നെ നമ്മളെ വന്ന് അറിയിക്കുകയും കൃത്യമായ അഡ്വൈസറി കൊടുക്കാൻ കഴിയുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയൊരു വിളവെടുപ്പ് എടുക്കാൻ കഴിഞ്ഞത് തന്നെ. കളകളെ നിയന്ത്രിക്കുന്നതിന് മൾച്ചിംഗ് ഷീറ്റ് ഉപയോഗിച്ച് പുതയിടുന്ന രീതിയും നടപ്പാക്കി. കുടുംബം ഒന്നടങ്കം കൃഷിക്കായി സമയം കണ്ടെത്തുന്നു. പച്ചക്കറികളുടെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നു. ഇപ്രാവശ്യം വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ കൃഷി ഓഫീസിൻ്റെ എല്ലാവിധ സഹായങ്ങളും നമ്മുടെ കൃഷി ഓഫീസറും കൃഷി ഓഫീസിലെ ജീവനക്കാരും എല്ലാവരും ചെയ്തു കൊടുത്തതിൻ്റെ ഫലമായി ഒന്നും കൂടെ നല്ലതുപോലെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള കൃഷി ചെയ്തു വരികയാണ്. പച്ചക്കറി വാങ്ങാൻ കൃഷിയിടത്തിൽ നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് 18 കായംകുളം.
20 വർഷത്തിലേറെയായി കാർഷിക രംഗത്ത് സജീവമാണ് മലപ്പുറം എടപ്പാൾ വല്യാട് സ്വദേശി ബിന്ദു ചന്ദ്രൻ. പശു വളർത്തലും പച്ചക്കറി കൃഷിയും ഒക്കെയായി ജീവിത വരുമാനം കൂടി കണ്ടെത്തുകയാണ് ഈ വീട്ടമ്മ. 5 ഏക്കറിൽ നെൽകൃഷി നടത്തി വരികയാണ് എടപ്പാൾ പഞ്ചായത്തിലെ 15-ാം വാർഡ് വല്യാട് സ്വദേശി കുടിയാട്ടിൽ ബിന്ദു ചന്ദ്രൻ. ഒപ്പം തന്നെ പയർ, വഴുതന, വെള്ളരി, തക്കാളി തുടങ്ങിയ പച്ചക്കറികളുമുണ്ട് തോട്ടത്തിൽ. സൊസൈറ്റിയിലും മറ്റുമായി പാൽ വിൽപ്പനയുമുണ്ട്. ദിവസവും 15 കിലോയ്ക്ക് മുകളിൽ പയർ കടകളിൽ കൊടുക്കും. പശുക്കൾക്ക് പുറമെ ആട്, കോഴി എന്നിവയുമുണ്ട്. വെളുപ്പിന് തുടങ്ങുന്നതാണ് ബിന്ദുവിന്റെ ജോലികൾ. ഒറ്റയ്ക്കാണ് നനയ്ക്കലും തോട്ടം പരിപാലനവുമൊക്കെ. ഇടയ്ക്കൊക്കെ സഹായത്തിന് മക്കളായ തേജസും അജയലക്ഷ്മിയും കൂടെയുണ്ടാകും. പച്ചക്കറി വിത്തിടലിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായമുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബിന്ദു തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. വീട്ടിലേക്ക് വിഷരഹിത പച്ചക്കറി എന്നതിനൊപ്പം കുടുംബത്തിന്റെ പ്രധാന വരുമാന മാർഗം കൂടിയാണിത്. ന്യൂസ് 18 തിരൂർ. തേനീച്ച കൃഷിയിൽ മികച്ച നേട്ടം കൊയ്യുന്ന ഒരു കർഷകന്റെ വിശേഷങ്ങൾ കാണാമിനി. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ ഓലയുടെ അഭിലാഷാണ് 3 പതിറ്റാണ്ടോളമായി തേനീച്ച വളർത്തലിൽ സജീവമായിരിക്കുന്നത്. 15-ാം വയസ്സിലാണ് അഭിലാഷ് തേനീച്ചകളോട് കൂട്ടുകൂടിയത്. പിന്നീട് ഇന്നോളം തേനീച്ച പരിപാലനം ഈ കർഷകൻ ഉപേക്ഷിച്ചിട്ടില്ല. ഇടുക്കിയുടെ കാലാവസ്ഥയെ കാര്യമായി പരിഗണിച്ചാണ് തേനീച്ച പരിപാലനം. ഹൈറേഞ്ചിൽ പൂക്കൾ നിറയെ ഉണ്ടാകുന്ന ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഏറ്റവും അധികം തേൻ ഉൽപ്പാദിപ്പിക്കുന്നത്. മെയ് മുതൽ ഡിസംബർ വരെ തേനീച്ചകൾക്ക് പഞ്ചസാര ലായനി നൽകും. ഒരാഴ്ച നമ്മൾ അകത്തിടും. ഇപ്പോൾ ഒരാഴ്ച ആകുമ്പോഴത്തേന് ഇതേ തേനീച്ചാവും. ഇത് കയറ്റി മുട്ടിക്കും. അത് അടുത്ത ഒരാഴ്ച അകത്തിടുക. ഇങ്ങനെ അകത്തിടുക. ഒരാഴ്ച മനസ്സിലായി. അകത്തിട്ടിട്ട് നമ്മൾ അടുത്ത് നട്ട് ഇവിടെ കൊടുക്കും. ഇനി നമ്മൾ കൊടുക്കുന്ന അടുത്ത തേനുള്ള മക്കൾ ഒരാഴ്ച അകത്തിടുക. കറക്റ്റായിട്ട് ഒരാഴ്ച അകത്തിട്ട് കഴിഞ്ഞാൽ അടുത്ത അട. ഒരു പെട്ടിയിൽ നിന്ന് 4 കിലോ തേൻ വരെ ലഭിക്കും. വർഷങ്ങളുടെ ശ്രമഫലമായി തേനീച്ച പരിപാലനത്തിൽ നേടിയെടുത്ത അറിവുകൾ മറ്റു കർഷകർക്ക് പകർന്നു നൽകാനും അഭിലാഷ് സമയം കണ്ടെത്താറുണ്ട്. ഇടുക്കിയിലെ വിവിധ ഭാഗങ്ങളിലെ കർഷകർക്ക് തേനീച്ച വളർത്തലിന് ആവശ്യമായ പെട്ടികളും പരിശീലനവും നൽകുന്നതോടൊപ്പം ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ വാങ്ങി ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് CKG മെമ്മോറിയൽ കോളേജ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പുരാവസ്തു ശേഖരത്തിന്റെ പ്രദർശനവും നടക്കുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് ദ പാസ്റ്റ് എന്ന പേരിലാണ് പ്രദർശനം. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ചരിത്രാന്വേഷികൾക്കും ഉപകാരപ്രദമാണ് ഈ പ്രദർശനം. ഗാന്ധിജിയുടെ ലണ്ടനിൽ പ്രിന്റ് ചെയ്ത ചിത്രങ്ങൾ മുതൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ചരിത്രശേഷിപ്പുകൾ വരെയുണ്ട്. ഹിസ്റ്ററി ഓഫ് ദ പാസ്റ്റ് എന്ന പേരിലാണ് പ്രദർശനം. CKG മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ സഫലം എന്ന പേരിലാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ചരിത്ര പ്രദർശനത്തിൽ കോളേജിലെ തന്നെ ചരിത്ര മ്യൂസിയം പ്രദർശനത്തിൽ വിധേയമായി. ഇതുകൂടാണ്ട് കോളേജിലെ ഒരു ജീവനക്കാരനായ ശ്രീ സജീഷ് മുണ്ടക്കൽ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അപൂർവങ്ങളായിട്ടുള്ള ചില പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചു. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ, കോളേജിലുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റു കലാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഈ ചരിത്ര പ്രദർശനം സന്ദർശിച്ചു. നാട്ടുകാരും മാതാപിതാക്കളും അങ്ങനെ ഉള്ള ഒരുപാട് ആളുകൾ ഈ ഒരു പ്രദർശനം സന്ദർശിച്ച് അതൊരു വിജയമാക്കി മാറ്റിയിട്ടുണ്ട്. കോളേജിലെ ജീവനക്കാരനായ സജീഷ് മുണ്ടക്കലിന്റെ കൈവശമുള്ളതാണ് ഈ പുരാവസ്തു ശേഖരങ്ങൾ. അളവ് തൂക്കുകൾ, ഗ്രാമഫോണുകൾ, തിരുവിതാംകൂർ രാജവംശം ഉപയോഗിച്ച നാണയങ്ങൾ, മറ്റ് പുതിയതും പഴയതുമായ നാണയങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായുണ്ട്. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ അടുത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കളക്ഷനുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പത്രവാർത്തകളാണ്. പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തന്നെ കളക്ട് ചെയ്ത് ആൽബമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം അച്ഛനുണ്ടായിരുന്നു. അതിൽ നിന്നായിരിക്കണം ഇത്തരത്തിലുള്ളൊരു കളക്ഷനോടുള്ള ഒരു പ്രേരണ ഉള്ളിലുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഒരു കളക്ഷനിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിന് ഞങ്ങളുടെ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആർക്കിയോളജി ഹെറിറ്റേജ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള അസോസിയേഷന്റെ സ്വാധീനവും വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനങ്ങൾ, CKG ഫെസ്റ്റ്, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സമ്മേളനങ്ങൾ എന്നിവയും നടക്കും. ന്യൂസ് 18 കോഴിക്കോട്. വർണ്ണപ്പൊലിമയിൽ പാലക്കാട് ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് വേലയാഘോഷിച്ചു. ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇണക്കാളകളുടെയും വാദ്യമേളങ്ങളുടെയും കലാപരിപാടികളുടെയും അകമ്പടിയിൽ നടന്ന എഴുന്നള്ളിപ്പ് ആവേശമായി. ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷം നെയ് ദീപം സമർപ്പണം നടന്നു. നിരവധി വർഷങ്ങളായി നടന്നുവരുന്ന നെയ് ലക്ഷദീപ സമർപ്പണം ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുണ്ട്.
ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമായ ശിവരാത്രിയുടെ ഭാഗമായാണ് ലക്ഷം ദീപം സമർപ്പണം നടന്നത്. ശിവമന്ത്രജപത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ 1,11,111 നെയ് ദീപങ്ങളാണ് ഭക്തജനങ്ങൾ തെളിയിച്ചത്. ശ്രീലകത്ത് നിന്നും കൊണ്ടുവന്ന ദീപം കൊടുങ്ങല്ലൂർ ക്ഷേത്രം പാരമ്പര്യ മേൽശാന്തി ആദ്യ വിളക്കിൽ തെളിയിച്ചതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ക്ഷേത്രത്തിന് ചുറ്റുപാടും സജ്ജമാക്കിയ ചിരാതുകളിൽ ഭക്തർ ദീപം തെളിയിച്ചു. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത സംഗീതജ്ഞൻ ശരത് അവതരിപ്പിച്ച സംഗീതസാഗരവും അരങ്ങേറി. ന്യൂസ് 18 പട്ടാമ്പി. മരണത്തിൽ നിന്നും തങ്ങളുടെ മുത്തിനെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് പത്തനംതിട്ട തട്ടയിലെ നന്ദന ഫാം ഉടമകൾ. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തത്തയെ അടിയന്തര ചികിത്സയിലൂടെയാണ് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. പത്തനംതിട്ട നന്ദന ഫാമിൽ എത്തുന്നവർക്കെല്ലാം പ്രിയങ്കരനാണ് മുത്തു എന്ന ഈ തത്ത. വിദേശ ഇനമായ ഗ്രേ പാരറ്റാണ് മുത്തു. എല്ലാവരുടെയും പ്രിയപ്പെട്ട മുത്തുവിന് ഒരു അപകടം പറ്റി. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കൂട്ടിനുള്ളിൽ ആയിരുന്ന മുത്തുവിനെ ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ തത്തയ്ക്ക് നന്ദനം ഫാം ഉടമയായ ഷീജ അടിയന്തര ചികിത്സ നൽകിയാണ് ജീവൻ രക്ഷിച്ചത്. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് 5 ദിവസം നല്ല രീതിയിൽ ട്രീറ്റ്മെന്റുകൾ നടത്തി മെഡിസിൻ എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ മെഡിസിനോടെല്ലാം പ്രതികരിച്ചു. അതുകൊണ്ടാവാം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുത്തിനെ തിരിച്ചു കിട്ടി. ഇപ്പം നല്ല ആക്റ്റീവായിട്ട് ഈ പോയ ഫെദറുകളെല്ലാം നല്ല രീതിയിൽ വളർന്ന് ഇപ്പം നല്ല ആക്റ്റീവായിട്ട് തന്നെ തിരിച്ചു കിട്ടി. അപ്പോൾ ആ ഡോക്ടറിനോടും പിന്നെ അതുപോലെ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് വേറെ 2 ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. അവരോടെല്ലാം പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദി പറയണം. അതുപോലൊക്കെ നല്ല രീതിയിൽ നോക്കിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനെ മുത്തിനെ തിരിച്ചു കിട്ടിയത്. നായ്ക്കളുടെ ആക്രമണത്തിൽ തത്തയുടെ നെഞ്ചിലെ അസ്ഥിയായ കീൽബോൺ പൊട്ടിയിരുന്നു. പക്ഷികളുടെ ഹൃദയം, ലിവർ, എയർസാക്ക് പോലെയുള്ള അവയവങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതാണ് കീൽബോൺ. ഒരാഴ്ചയോളം ചികിത്സ വേണ്ടിവന്നു. ഇപ്പോൾ ചികിത്സയൊക്കെ പൂർത്തിയാക്കിയ മുത്തു പൂർണ്ണ ആരോഗ്യവാനാണ്. ന്യൂസ് 18 പത്തനംതിട്ട. 4 പതിറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ പാചക സംസ്കാരത്തിനൊപ്പം സഞ്ചരിച്ച ഈസ്റ്റേൺ ഇനി പുതിയ രൂപത്തിലും രുചിയിലും ഉപഭോക്താക്കൾക്ക് മുന്നിലേക്കെത്തുന്നു. പുതിയ ലോഗോയും ബ്രാൻഡ് ഐഡന്റിറ്റിയും കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. അറേബ്യൻ വിഭവങ്ങൾ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യ എന്ന പുതിയ ഉൽപ്പന്ന ശ്രേണിയും അവതരിപ്പിച്ചു. ഷവർമ മസാല, കബ്സ മസാല എന്നിവയാണ് അവതരിപ്പിച്ചത്. prepare at home, so a fear ഉണ്ടാവില്ല. meat is not okay, അല്ലെങ്കിൽ mayonnaise is not okay, etc. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ that benefit will also be there for the consumer. PhDക്കുള്ള ഗവേഷണ കേന്ദ്ര അംഗീകാരം നേടി കോഴിക്കോട് ഇഖ്ര ആശുപത്രി. മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ അംഗീകൃത PhDക്കുള്ള ഗവേഷണ കേന്ദ്ര അംഗീകാരമാണ് ഇഖ്ര ആശുപത്രിക്ക് ലഭിച്ചത്. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് PhD ഗവേഷണ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രോഗികൾക്ക് ചികിത്സ നൽകിയാൽ മാത്രം പോരാ, കിഡ്നി തകരാറുകളും മറ്റും വരുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ചും അതിന്റെ നിവാരണ മാർഗങ്ങളെക്കുറിച്ചും ആശുപത്രികൾ പഠിക്കണമെന്നും റിസർച്ചുകൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ PC അൻവർ, ഊരാളുങ്കൽ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി, മണിപ്പാൽ അക്കാദമി ഡെപ്യൂട്ടി രജിസ്ട്രാർ ഡോക്ടർ ശ്രീജിത്ത് ഗോവിന്ദൻ, MS സ്വാമിനാഥൻ, റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ V ഷക്കീല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇഖ്ര ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസിയിലെ ക്രിട്ടിക്കൽ കെയർ ഫാർമക്കോതെറാപ്പി ഫെലോഷിപ്പിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. മൈജി എക്സ്മാസ്റ്റ് സെയിൽ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസുകൾ സമ്മാനിച്ചു. ക്രിസ്മസ് നാളുകളിലെ വിൽപ്പനയിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 20 വിജയികൾക്ക് 1 ലക്ഷം രൂപ വീതമാണ് നൽകിയത്. പോറ്റമ്മൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സമ്മാനങ്ങൾ കൈമാറി. ഓണം മാസ്റ്റ് സെയിൽ വമ്പിച്ച വിജയമായ പശ്ചാത്തലത്തിലാണ് ഈ രീതി തുടരാൻ തീരുമാനിച്ചതെന്ന് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി പറഞ്ഞു. ഡിസംബർ 31 വരെ നടന്ന ഓഫർ കാലത്ത് 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തവർക്കാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ആഘോഷങ്ങൾക്കിടെ BMW കാർ വാടകയ്ക്കെടുത്ത് അഭ്യാസ പ്രകടനം. പത്തനംതിട്ട കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് 2000 രൂപ നൽകി കാർ സ്കൂളിലെത്തിച്ചത്. സ്കൂൾ വളപ്പിൽ കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയതിന് മലയാലപ്പുഴ സ്വദേശികളായ 2 യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു.
കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് ആഘോഷത്തിനാണ് ആഡംബരക്കാർ പണം നൽകി സ്കൂളിൽ എത്തിച്ചത്. 2000 രൂപയാണ് വിദ്യാർത്ഥികൾ നൽകിയത്. ആഡംബരക്കാരിൽ അഭ്യാസ പ്രകടനവും ഫോട്ടോഷൂട്ടും ആഘോഷങ്ങളുമായിരുന്നു വിദ്യാർത്ഥികളുടെ ഉദ്ദേശം. മലയാലപ്പുഴ സ്വദേശികളായ 2 യുവാക്കളാണ് ആഡംബര കാറുമായി സ്കൂളിലെത്തിയത്. അഭ്യാസ പ്രകടനത്തോടെയായിരുന്നു യുവാക്കൾ കാർ സ്കൂൾ വളപ്പിലേക്ക് ഓടിച്ചു കയറ്റിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്കൂൾ അധികൃതർ ഗേറ്റ് പൂട്ടി പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി ആഡംബര കാറും കാർ ഓടിച്ചിരുന്ന ജോ സജി വർഗീസ്, ജുവൽ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. നമ്മൾ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഫെയർവെല്ലുമായിട്ട് ബന്ധപ്പെട്ട് 2000 രൂപയ്ക്ക് വാടകയ്ക്ക് ഇവരെ വിളിച്ചു വരുത്തി ഫോട്ടോഷൂട്ടും മറ്റ് റൈഡിങ് നടത്തുന്നതിന് വേണ്ടി കുട്ടികൾ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാറ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപകടകരമാം വിധം വാഹനമോടിക്കൽ, സ്കൂൾ വളപ്പിൽ അനധികൃതമായി പ്രവേശിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി 2 പേർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. സ്വർണ്ണ വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8010 രൂപ, പവന് 64,080 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ. വെള്ളി ഗ്രാം 106, കിലോ 1,06,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.